നമ്മുടെ പാവട്ടേടാ എവിടെ കിട്ടി? ആ താണ്ടവച്ചേട്ടൻ അവിടെ കൊച്ചിനടുത്തോട്ട് കളിക്കാൻ കൊടുത്തിരിക്കുന്നു. നീ ഇങ്ങോട്ട് വന്നേ. നീ രത്നങ്ങൾ ഇതിനകത്തുണ്ടോ നോക്കിയോ? എടാ ഉണ്ടടാ, ഇതാ നോക്ക്. കണ്ടോ? എവിടെ നോക്കട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഉണ്ണീത് എടുക്കൂലെന്ന്. ഇപ്പൊ എന്താടാ? അതൊക്കെ പോട്ടെ, നമുക്ക് അച്ഛനോട് പോയി പറയാം. പോലീസ് വന്ന് ചോദിച്ചാ നടന്നത് എന്താണെന്ന് അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി. നമ്മളെ പിടിച്ച അകത്താക്കൂടാ. പേടിക്കാൻ ഒന്നുമില്ല. SP അച്ഛൻ അറിയുന്ന ആളാ. ഇതാ. എന്താ സന്ധ്യ? എനിക്ക് സാബുവിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? നാളെ എന്റെ വിവാഹ നിശ്ചയം വെച്ചിരിക്കാം. സാബുവിനെ വിവരം അറിയിക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചു. മറ്റു മാർഗമില്ലാത്തോണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. അതിപ്പോ ഇനിയിപ്പോ സാബുവാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. ഡാഡി അറിയുന്നതിന് മുൻപ് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. അല്ല, പെട്ടെന്ന് ഇപ്പോ എന്താ വേണ്ട നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾ അകത്തേക്ക് പോയിക്കോളൂ. ചെല്ല്. എന്താ സാബു? ഒന്നുമില്ല, ഒക്കെ പിന്നെ പറയാം. നിങ്ങൾ അകത്തേക്ക് പോയിക്കോ. ചെല്ല്. ജിമ്മി, അച്ഛനെ വിളിച്ചോളൂ. ഉണ്ണി, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. കള്ളക്കടത്ത് സാധനങ്ങൾ പോലീസിന് കാട്ടിക്കൊടുത്താൽ 20% സമ്മാനമായി ലഭിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പെങ്ങളുടെ വിവാഹം നടത്താൻ മറ്റൊരു വഴിയും കാണാതായപ്പോൾ ഞാനത് ചെയ്തു. പക്ഷേ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. അവരുടെ സംസാരത്തിൽ നിന്നും സമ്മാനത്തുക അവർക്കെല്ലാവർക്കും കൂടെ വീതിച്ചെടുക്കാനുള്ള ഒരു പ്ലാൻ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് പാവ ഇരിക്കുന്ന സ്ഥലം ഞാൻ അവർക്ക് കാട്ടിക്കൊടുത്തില്ല. അവരെന്നെ തല്ലുകയും ഇടിക്കുകയൊക്കെ ചെയ്തു. ഞാനിതൊക്കെ ചെയ്തത് നിങ്ങളെയൊക്കെ വഞ്ചിക്കണമെന്ന് ഉദ്ദേശത്തോടെ ആയിരുന്നില്ല. സാബു, ജിമ്മി, നിങ്ങളെല്ലാവരും എന്നോട് പൊറുക്കണം. എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ പാവയാണ്. ഇത് നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം. ആരെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ നിങ്ങളുടെ ഒരാൾ നഷ്ടപ്പെടും. എല്ലാവരും തോക്ക് താഴെ. അച്ഛോ, എല്ലാവരും തോക്ക് താഴെ. അവരോട് തോക്ക് താഴെ ഇടാൻ പറയണം. സർ പ്ലീസ്. തോക്ക് താഴെ ഇടൂ. ആ പാവ കൊണ്ടുവരാൻ. തമ്പുരാന്റെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നന്മ നിറഞ്ഞ പറയുമേ എനിക്ക് സൃഷ്ടി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീ എന്റെ എന്റെ കർത്താവേ. ജീവകാരുണ്യനായ ഈശോ മരണസമയത്ത് എന്താ അയ്യോ എന്റെ ഈശോയെ
കർത്താവേ അനുഗ്രഹിക്കുന്നു. മിശിഹായെ അനുഗ്രഹിക്കുന്നു. കർത്താവേ. എനിക്ക് പാവ കിട്ടിയേ. അയ്യോ എന്റെ പാവ പോയി. എല്ലാരും കൂടെ പിടിച്ചെന്നെ വണ്ടിക്കകത്ത്. അങ്ങനെ കാതർവായി അകത്തായി. ഇതല്ലേ ഒറിജിനൽ കാതർബായി? പിന്നെ എന്റെ കർത്താവേ ഞാൻ എന്താ പോണു? അച്ഛോ പോകാറായിട്ടില്ല. തോക്കുവല്ലതും കാണൂ. ഇയാള് വല്ലതും ചെയ്യൂ? ചിലപ്പം. ഇയാള് നമ്മളെ തട്ടിക്കളയുന്നാണ് തോന്നുന്നത്. ഞാൻ അവിടെ ഉള്ളപ്പോ ഇയാൾ ഒറ്റയടിക്ക് രണ്ടുപേരെ തട്ടിക്കളഞ്ഞാണ്. അത്രക്ക് ഭയങ്കരനാടാ. നമ്മളെ കൊന്നപ്പാ. നീയാണല്ലേ കാസർഗോഡ് കാതർബായ്? അതെ ഞമ്മളാണപ്പാ. എത്ര നാളെയാണ് ഈ കള്ളക്കടത്ത് തുടങ്ങിയിട്ട്? ഞമ്മള് വർഷം കുറെ ആയപ്പാ. ഈ പിള്ളേര് വെള്ളം കുടിച്ചോടെന്ന് കരുതി നമ്മൾ ചെയ്ത തൊഴിലാണ്. ഞമ്മള് പാവമാണ്. ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചതിന് എല്ലാത്തിനും പിടിച്ച് അകത്തിടേണ്ടതാ. അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അപ്പൊ നമ്മള് ക്രിസ്ത്യാനിയാ? മിണ്ടിപ്പോയത്
അമ്മോ. അച്ഛൻ നമ്മുടെ 20%. അയ്യോ പറഞ്ഞ പോലെ വാ, പോ. നിക്ക് നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിരോധം തോന്നുവോ? ഇല്ല അച്ചോ. ഇതുവരെ പറഞ്ഞ പോലെയല്ല ഞാൻ പറയാൻ പോണത്. ഓരോരുത്തരും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റിയത്